പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നടത്താനിരുന്ന UP സന്ദർശനം ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. നാളെ കാൺപൂർ മെട്രോയുടെ പുതിയ ലൈൻ അടക്കമുള്ളത് ഉദ്ഘാടന പ്രവർത്തനങ്ങളാണ് അവിടെ നിശ്ചയിച്ചിരുന്നത്. 20,000 കോടി രൂപയുടെ പദ്ധതികളാണ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ അവ റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ള ചില സൂചനകളാണ് വരുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി ചേരുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ ചില നടപടികൾക്കുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാലിബ്രേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും ഇന്ത്യ ഇക്കാര്യത്തിൽ നൽകുക എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കും. നേരത്തെയും ഇത്തരം പല ഘട്ടങ്ങളിൽ ഇന്ത്യ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ നയതന്ത്രജ്ഞരെ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യ ശ്രദ്ധ പതിപ്പിക്കും. അതോടൊപ്പം തന്നെ വ്യാപാര രംഗത്തും കടുത്ത നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യ കടക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികൾ കൊണ്ടുവരുന്നു. വ്യാപാര രംഗത്ത് പാകിസ്ഥാനുമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വെക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താർപൂർ ഇടനാഴി, അതായത് സിഖുകാരുടെ തീർത്ഥാടനത്തിനുള്ള കർത്താർപൂർ ഇടനാഴി അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് ചർച്ചയാകും. പെട്ടെന്നൊരു സർജിക്കൽ സ്ട്രൈക്കിലേക്കോ അല്ലെങ്കിൽ ഒരു സേനാ നടപടികളിലേക്ക് പോകാനുള്ള പരിമിതികൾ ഇന്ത്യയുടെ മുന്നിലുണ്ട് എന്നുള്ളത് ഇന്ത്യക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിനും അറിയാവുന്ന ഒരു കാര്യമാണ്. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ പൂർണ്ണമായും ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായാൽ പോലും ഒരു പക്ഷേ ഒരു നേരിട്ടുള്ളൊരു സൈനിക നടപടിക്ക് ചിലപ്പോൾ ഒരു പൂർണ്ണ പിന്തുണ ലഭിക്കണമെന്നില്ല. ഇത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നയതന്ത്ര ബന്ധത്തിലടക്കമുള്ള ചില നിയന്ത്രണങ്ങളും കടുത്ത നടപടികളിലേക്കും ഇന്ത്യ നീങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യമായി നയതന്ത്ര തലത്തിലുള്ള ബന്ധം വിച്ഛേദിക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഇന്ത്യ കടക്കുന്നത്. നേരത്തെയും ഞാൻ ഈ പറഞ്ഞ പോലെ 2016 2020 തന്നെ ഇന്ത്യ ഇത്തരത്തിൽ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. പിന്നീട് അത് മാറി വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിലും ഇന്ത്യ സാധാരണയായി നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കയറുന്നുണ്ട്. സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ അജണ്ടയിലുള്ളതാണ്. ശരി, പി ബസ്നാണ് പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.